കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊരു കൊല്ലം തീർത്തതെന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഹൗ ഐ മെയിൻറ്റെയിൻഡ് മൈസെൽഫ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പിന്നെ MBBS എത്തി എന്നുള്ള കഥയാണ്. ഡിസ്ട്രാക്ഷനിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരാളാണ് ഞാൻ. അറ്റ്മോസ്ഫിയർ ചേഞ്ച്, റൂംമേറ്റ്സ് ഉണ്ടല്ലോ, മറ്റ് 2 റൂമിലുള്ള ആളുകൾ തമ്മിൽ ഫൈറ്റ്. ഓക്കെ, അപ്പോൾ പ്രാവശ്യക്ക് നീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഒരു എക്സ്ട്രാ എനർജി. എനിക്ക് അലോട്ട്മെൻറ്റിൽ BDS കണ്ണൂർ മെഡിക്കൽ കോളേജൊക്കെ കിട്ടിയിട്ട് ആ സമയത്ത് ഇപ്രാവശ്യം എനിക്ക് കിട്ടും, ഇപ്രാവശ്യം എനിക്ക് കിട്ടും, ഇപ്രാവശ്യം എനിക്ക് കിട്ടും. ഹലോ, അപ്പം നമ്മളെ ഫസ്റ്റ് പാർട്ട്, അതായത് ഫെയിൽ ടു ഫ്യൂച്ചർ ഡോക്ടർ സീരീസിൻ്റെ അകത്ത് എപ്പിസോഡ് 1 ഞാൻ നേരത്തെ പറഞ്ഞു, ദ സ്റ്റോറി ഓഫ് മൈ ഫെയിലിയർ. അപ്പം അത് കൊണ്ടൊരു കുറേ പേർക്ക് മെസ്സേജ് ലൈക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഇതേ ഇതിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു വന്നത്. കാരണം ഇപ്പം നീറ്റ് 2025 കഴിഞ്ഞു, അതിന് ഭയങ്കര ടഫസ്റ്റ് എക്സാം, ദ എൻ്റർ നീറ്റ് ഇതിൻ്റെ അകത്തുള്ള മോസ്റ്റ് ടഫസ്റ്റ് എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നും. ഞാൻ കുറേ സ്റ്റുഡൻറ്റ് റിവ്യൂ എടുത്തു, കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു എനിക്ക്, പിന്നെ കോമൻസ് വായിച്ചു. അത് കഴിഞ്ഞിട്ട് അല്ലാതെ തന്നെയുള്ള വീഡിയോസ്, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി യെസ് എക്സാം വാസ് ടഫ്. ആ എക്സാം എഴുതുമ്പോൾ ഇപ്രാവശ്യമാണ് ഞാൻ എഴുതുന്നുണ്ട്, എനിക്ക് കിട്ടൂലായിരുന്നു, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ എനിക്ക് കുറേ മെസ്സേജസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, പാർട്ട് 2 പ്ലീസ്, പാർട്ട് 2 പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. കാരണം സ്റ്റോറി ഓഫ് മൈ ഫെയിലിയർ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അത് മനസ്സിലാവുന്ന ആൾക്കാരുണ്ടായി. അപ്പോൾ അവർക്ക് ഇനി അറിയേണ്ടത് ഹൗ ഐ മെയിൻറ്റെയിൻഡ് മൈസെൽഫ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പിന്നെ MBBS എത്തി എന്നുള്ള കഥയാണ്. അതിന് മുന്നേ ഞാൻ ഈ 2025 പറ്റി കുറച്ച് പറയാമെന്ന് എനിക്ക് തോന്നി, കാരണം അതിനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഓൾമോസ്റ്റ് കുറേ പേര് ഇപ്പോൾ ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി 2025 ഒരു അനാലിസിസ് എന്ന് പറയുന്നത് എക്സാം ടഫാണ്. കാരണം ബയോളജിയിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പോലുമുള്ള ക്വസ്റ്റ്യൻസ്, സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫിസിക്സ് ടഫല്ല, ലെങ്തിയാണ്. അതായത് ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ആ ഒരു ആൻസൈറ്റി, ആ ഒരു ടെൻഷൻ, ആ ഒരു പാനിക് ആവുമ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. മേ ബി നമ്മൾ പുറത്തിരുന്നിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് സമാധാനത്തിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എക്സാം ഹാളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. കാരണം ആ ഒരു എക്സാം ഹാളിലകത്തിരിക്കുന്ന ഒരു കുട്ടീൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സർ അല്ലെങ്കിൽ ഒരു മാം അല്ലെങ്കിൽ നമ്മളൊരു ഫാക്കൽറ്റി പുറത്തിരുന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതും എക്സാം ഹാളിൽ ഇരിക്കുമ്പം ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യങ്ങൾ ആരും പേടിക്കണ്ട, കാരണം എല്ലാവർക്കും എക്സാം ടഫാണ്, എല്ലാവർക്കും ടഫാണ്. ഞാൻ ഇതുവരെ ഒരു കുട്ടി പോയി എന്നോട് ഈസി എന്ന് പറഞ്ഞിട്ടില്ല, അത്രയും എക്സാം ടഫാണ്. പിന്നെ കട്ട് ഓഫ് ഒക്കെ 530 സംതിങ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും പേടിക്കണ്ട. പിന്നെ വേറൊരു കാര്യം, മാർക്കല്ല ഗൈസ് ഇമ്പോർട്ടൻറ്റ്. MBBS എന്ന് പറയുന്ന ഇതിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് റാങ്ക് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ചില കുട്ടികളെ പറയും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 610 മാർക്ക് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നോക്കിയപ്പോൾ അതുപോലും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 610 റാങ്ക് എവിടെയാണ്? എവിടോ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ 530 550 ഒക്കെ റാങ്ക് എത്ര മുകളിലായിരിക്കും. അതുകൊണ്ട് റാങ്ക് വെച്ചിട്ടാണ് നിങ്ങൾ പറയേണ്ടത്, മാർക്ക് വെച്ചിട്ടല്ല. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരും എനിക്ക് ഇപ്രാവശ്യം 500 അബവ് ഉള്ളൂ, 550 അബവ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസേക്ക് വരുന്നുണ്ട്. ഇതിനുള്ള ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ 100% കൊടുത്തോ കഴിഞ്ഞ പ്രാവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞോ എന്ന് നിങ്ങളോട് സ്വയം ചോദിക്കുക. എന്നിട്ട് തീരുമാനിക്കുക ചെയ്യണോ വേണ്ടെന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡെസിഷനാണ്, നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു ഡെസിഷനല്ല, അത് നിങ്ങളെ മാത്രം ഡെസിഷനാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് വേറൊരു വീഡിയോ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇനി ആര് റിപ്പീറ്റ് ചെയ്യണം, ഇനി ആര് ചെയ്യണ്ട, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരാൾ എന്ത് ചെയ്യണം, ബയോളജി എങ്ങനെ പഠിക്കണം, ഫിസിക്സ് എങ്ങനെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെ പഠിക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടുത്ത നീറ്റിനേക്ക് വേണ്ടിയിട്ടുള്ളതും ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ പറയാം വേറൊരു വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഇതിൻ്റെ സ്റ്റഡി ഹാളാണ്, ഇതെനിക്ക് മൈക്കൊന്നുമില്ല, ഞാൻ ഇപ്പോൾ കോളേജിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടാൽ തന്നെ അറിയില്ലേ മതിലൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ കോളേജ്, ലൈക്ക് ഗവൺമെൻറ് കോളേജിൻ്റെ ലുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പറയാം നീറ്റ് അടുത്ത നീറ്റിനൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തിലേക്ക് പോകാൻ, സ്റ്റോറി ഓഫ് ഫെയിലിയർ മാറിയിട്ട് സ്റ്റോറി ഓഫ് സക്സസ് ആയത് എങ്ങനെയെന്നുള്ളത് സംസാരിക്കുക. ഹൗ ഐ മെയിൻറ്റെയിൻ ടു റീച്ച് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് നോക്കാം ആഫ്റ്റർ 2 ഭയങ്കര ട്രാജിക് ഫെയിലിയർ. ഓക്കെ, അത് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ടൈം, അതായത് നീറ്റ് 2022
ചെയ്തു, ഫെയിലിയറായി. പക്ഷെ ആ ഫെയിലിയർ അത്ര ഒരു വലിയ ഫെയിലിയർ അല്ലായിരുന്നു. കാരണം മൈ സ്കോർ വാസ് 540 or 550 സംതിങ്. എന്നിട്ട് എനിക്ക് അലോട്ട്മെൻറ്റിൽ BDS കണ്ണൂർ മെഡിക്കൽ കോളേജൊക്കെ കിട്ടിയിട്ട് ആ സമയത്ത്. അതിലേക്കൊക്കെ ഞാൻ വരാം. സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നീറ്റ് എഴുതി കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വാട്ട് വി ഹാവ് ടു ഡു ഇസ് ആ ഒരു എന്താ പറയുക, ഒരു ഇമോഷണലി കംപ്ലീറ്റ്ലി അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പോകരുത്. ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പറ്റൂല, ഞാൻ ഇനിയും ചെയ്യും, കാരണം എനിക്ക് ഇതേ വേണ്ടുള്ളൂ, ഇത് എനിക്ക് എന്നെ കൊണ്ട് പറ്റുള്ളൂ. രണ്ടിനും പറ്റിയ സമയമില്ല അത്. ആ സമയം എന്ന് പറയുന്നത് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊരു കൊല്ലം തീർത്തതുള്ളത്. എനിക്ക് നല്ലോണം അറിയാം, കാരണം ഞാനത് ചെയ്തതാണ്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു നീറ്റിൻ്റെ റിസൾട്ട് വരട്ടെ ഒക്കെ വന്നിട്ട് സമാധാനത്തിൽ തുടങ്ങാം. പക്ഷെ അപ്പോഴൊരു ബാക്ക് ടെൻഷൻ ഉണ്ട്. കാരണം എന്താണ്, ആ സമയത്ത് ആയപ്പോഴത്തേക്കും, അതായത് നീറ്റ് മെയിൽ കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും മോസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് തുടങ്ങും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി അത് വിട്ട്. ഇനിയും ഞാൻ ചെയ്യുന്നുള്ളത് എനിക്കൊരു ഇതുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ വിട്ട്. ഞാൻ മാക്സിമം ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, ഫാമിലിൻ്റെ കൂടെ കറങ്ങുക, ട്രിപ്പ് പോവുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്ന് അപ്ലോഡ് ചെയ്യുക. അന്നൊന്നും പബ്ലിക് അക്കൗണ്ട് ഇല്ല, എന്നാലും ഞാൻ എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തി അങ്ങനെ നടന്നു. നമുക്ക് എപ്പോഴും എക്സാം ആയാലും എന്തായാലും ജീവിതത്തിൽ ഒരു ഫെയിലിയർ വന്നാൽ രണ്ട് കാര്യമാണ്. ഒരു ഫെയിലിയറിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാവും, അത് ഉറപ്പാണ് ഇഫ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഒരു ഫെയിലിയർ സംഭവിച്ച ഉടനെ നമ്മൾ ഒരു ഡിസിഷനും എടുക്കരുത്. നമുക്ക് സ്വയം കുറച്ച് ടൈം നമ്മൾ കൊടുക്കണം, നമ്മൾ ബ്രെയിനും ടൈം കൊടുക്കണം. അപ്പം നമ്മൾ എഴുതുന്ന ആൾക്കാർക്ക് മാത്രം പോരാ, നമ്മളെ ചുറ്റുള്ള ആൾക്കാരും അതേ ടൈം എടുക്കണം. അപ്പോൾ കുറേ പാരൻസ് ഉണ്ട്, ഭയങ്കര പാനിക് ആൻഡ് ടെൻഷൻ ആയിട്ടുള്ള പാരൻസ് ഉണ്ട്. ഇപ്രാവശ്യം എൻ്റെ മോന് കിട്ടിയില്ല, അല്ലെങ്കിൽ മൂക്ക് കിട്ടിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനി നിങ്ങൾക്കും ടെൻഷൻ ഉണ്ടായില്ലോ, ആ ടെൻഷൻ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കരുത്. അതേമാതിരി കുട്ടിക്ക് ടെൻഷൻ ഉണ്ട്, കുട്ടിയുടെ ടെൻഷൻ അങ്ങോട്ടും കൊടുക്കരുത്. കാരണം ലൈക്ക് എല്ലാവരും ഒന്ന് ഫ്രീ ആവുക, കംപ്ലീറ്റ്ലി ഒന്ന് ഫ്രീ ആവുക. അതേമാതിരി ഞാനും ഫ്രീ. അങ്ങനെ ഞാൻ എവിടെ പോകണം അങ്ങനെ തീരുമാനിക്കുന്ന ഇടയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഡോപ്പയിൽ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. അതേമാതിരി കുറേ മെസ്സേജ് ചെയ്യുന്നത് ഡോപ്പയത്തെ ജേണി പറയുമെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ അതും ഇൻക്ലൂഡഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഡോപ്പയത്തെ ഡയറക്ടറിനെ പോയി കണ്ടു. അപ്പോൾ സാറിന് പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്, ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ദിസ് ഫീൽഡ് ഇസ് നോട്ട് ഫോർ യു എന്നുള്ളത് ഇത് മനസ്സിലാക്കണം. കാരണം മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇത്രയും ചെയ്തിട്ട് കിട്ടാത്ത ഒരാൾക്ക് ഇനിയും കിട്ടും എന്നുള്ളത് സാറിന് അറിയുന്നുണ്ടാവില്ല. സാറിന് എന്നെ അറിയില്ല, ആരാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഇത് എൻ്റെ ലാസ്റ്റ് ട്രൈയാണ്, ഇതെനിക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ദിസ് ഫീൽഡ്, ഇവിടുന്ന് ഈ ഫീൽഡിൽ നിന്ന് പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന്. ലൈക്ക് ഓക്കെ, സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ലാസ്റ്റ് ട്രൈ ഞാൻ തീരുമാനിച്ചു ചെയ്യാം. അങ്ങനെ ഞാൻ ട്രിപ്പൊക്കെ പോയി ഹൈദരാബാദൊക്കെ കറങ്ങി, ഗവൺമെൻറ് ഹൈദരാബാദ് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഞാൻ അന്ന് കോട്ടക്കലേനും, ഞാൻ എയിംസ് ബാച്ചിലേനും. അന്നെനിക്ക് നേരെ എയിംസ് ബാച്ചിലേക്കൊക്കെ സാർ അഡ്മിഷനൊക്കെ തന്നു. കാരണം എൻ്റെ പ്രീവിയസ് സ്കോർ വാസ് ബെറ്റർ. അപ്പോഴൊന്നും അലോട്ട്മെൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. നീറ്റ് അതിൻ്റെ മുന്നത്തെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു എന്നല്ലാണ്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ കുട്ടികളൊക്കെ വൻ പഠിപ്പ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഹോസ്റ്റലല്ല അത്. ആ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ താഴെ ഫുൾ ഒരു ഫ്ലാറ്റാണ്, താഴെ ഫുൾ ഹോസ്റ്റൽ, മേലെ സ്റ്റഡി ഹാള്. ഈ സ്റ്റഡി ഹാളിനകത്ത് നമ്മൾ 24/7 അവിടെ ഉണ്ടാണ്. ഉറങ്ങാൻ പോകുന്ന ഒരു 6 hours മാത്രമേ നമ്മൾ റൂമിലേക്ക് വിടുള്ളൂ, പിന്നെ ബ്രേക്ക് ഉള്ള ഒരു ടൈം. അപ്പോൾ രാവിലെ എത്ര മണിക്കാണ് എനിക്ക് ഓർമ്മ, 9 മണിക്കാന്ന് തോന്നുന്നു. രാവിലെ 8 മണി സംതിങ്, 9 മണി അങ്ങനെ എന്തോ ഇനും തുടങ്ങുന്ന അപ്പം അടിക്കുന്ന ബെല്ല്. ഒരു ചെറിയ ബ്രേക്കുകളൊക്കെ ഇടയിലുണ്ടാവും, പിന്നെ ഫുഡ് കഴിക്കാനുള്ള ബ്രേക്ക്, പിന്നെ ഒരു 5 to 7 ഒരു വലിയ ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു, കാരണം കുളിക്കാനും തീരുമാനമൊക്കെ. അപ്പൊക്കെ റൂമിൽ പോകാൻ പറ്റുള്ളൂ. ആ ബ്രേക്ക് കഴിഞ്ഞുകൂടെ നമ്മൾ വീണ്ടും സ്റ്റഡി ഹാളിൽ കയറണം. അങ്ങനെ ലാസ്റ്റ് രാത്രി 11 വരെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ഹാളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ എന്തുണ്ട്, സാറുമാരും മാമുമാരും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ പ്രത്യേകിച്ച് കളിയൊന്നും പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ഫോണില്ല, ഒന്നുമില്ല. ഫോൺ മറ്റേ നോക്കിയൻ്റെ മറ്റേ പാമ്പ് ഇതിനകത്ത് നിന്ന് ഗെയിമുള്ള നോക്കിയ ഫോൺ, അതും എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2 പ്രാവശ്യം എന്തോ 10 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെ കിട്ടുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല. അങ്ങനെ 5 മിനിറ്റ് എന്തോ ഉള്ളൂ, 5 or 10 മിനിറ്റോ. അപ്പം എനിക്ക് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അത്യാവശ്യമാണ്. കാരണം ഡിസ്ട്രാക്ഷനിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരാളാണ് ഞാൻ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ ഞാൻ അങ്ങനെ വളമ്പളം മിണ്ടുന്നോണ്ടിക്ക് അങ്ങനെ മിണ്ടാതെ ഇവിടെയുള്ള സൈലൻസിൽ, ഈ റൂമിൽ അത്രമാത്ര സൈലൻസ് ആയിരിക്കും. ആ റൂമിൽ എല്ലാവരും ബുക്കിൻ്റെ ഉള്ളിൽ ഒന്ന് ഇങ്ങോട്ടും തിരിഞ്ഞ് ആരും ഒന്നും വർത്താനൊന്നും പറയില്ല. നമ്മുടെ റൂമിൽ നമ്മൾ പോകാത്ത തന്നെ ഈ റൂമിലുണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പുകളും കുറവായിരിക്കും. പക്ഷേ എനിക്കൊരു ഭാഗ്യം എന്താ വെച്ചാൽ എൻ്റെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, പക്ഷെ ഓള് അപ്പുറത്തെ സൈഡത്തെ ഫ്ലാറ്റിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാം, അതിന് ചെറിയ ബ്രേക്കൊക്കെ കിട്ടുള്ളൂ, ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അങ്ങനെ എല്ലാവരും കൂടുതൽ നമുക്ക് ഫ്രണ്ട്ഷിപ്സും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ലേനും അത്. അങ്ങനെ
ഫസ്റ്റ് ഞാൻ പോയി 2 ദിവസത്തിന് ശേഷം അവിടെ ഒരു ഗ്രാൻഡ് എക്സാം 720 എക്സാം നടക്കുകയാണ്. ഞാൻ ഒന്നും അറിയില്ല, ഞാൻ വിട്ടിട്ട് പിന്നെ ന്യൂ ആയിട്ട് കയറാം. അങ്ങനെ ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് 590 സംതിങ് സ്കോർ വന്നേ. അന്ന് ഞാനുള്ളത് പറയുന്നത് എയിംസ് ബാച്ചിലാണ്, അത്രയും പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലത്താണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല മാർക്കുണ്ട്. പക്ഷേ ഐ വാസ് ലൈക്ക് 590, ഫസ്റ്റ് ഇതിൽ 590. പിന്നെ എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്, എൻ്റെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ ഒരു സൈനായിട്ട് എടുക്കുന്ന ആളാണ് ഞാൻ. അതായത് അതിൻ്റെ മുന്നത്തത് വരെ അതൊക്കെ ഞാൻ നെഗറ്റീവ് സൈനായിരിക്കും എടുക്കൽ. ഇപ്രാവശ്യം ഞാൻ കയറുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചിനും ഇപ്രാവശ്യം എനിക്ക് കിട്ടും, ഇപ്രാവശ്യം എനിക്ക് കിട്ടും, ഇപ്രാവശ്യം എനിക്ക് കിട്ടും. അത് നമ്മൾ അറ്റ് ദി എൻഡ് വരെ നമ്മളെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ഞാൻ ഉറപ്പിച്ച് കയറി എനിക്ക് കിട്ടും എന്നുള്ളത് തീരുമാനമാക്കിയിട്ടാണ് കയറുന്നത്. അപ്പം എൻ്റെ ചുറ്റിലുള്ള എല്ലാം ഞാൻ എന്ത് ചെയ്ത് എനിക്ക് കിട്ടും എന്നുള്ളതിനെ സൈനാക്കി കാണാൻ തുടങ്ങി. നമ്മുടെ ഒരു മെൻറ്റാലിറ്റി ചേഞ്ചിൻ്റെ ആവശ്യമാണ്. നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നതും ഇപ്രാവശ്യം ചെയ്യുന്നതും പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം ആണെങ്കിലും എൻ്റെ മെൻറ്റാലിറ്റി മാറി. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ഇപ്രാവശ്യത്തേക്ക് എൻ്റെ മെൻറ്റാലിറ്റി മാറി. കഴിഞ്ഞ പ്രാവശ്യം ലൈക്ക് കിട്ടുമായിരിക്കില്ലേ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഐ വാസ് കോൺഫിഡൻറ്റ് കിട്ടും. ഞാൻ തുടങ്ങിയിട്ട് പോലില്ല, പക്ഷെ ഞാൻ എൻ്റെ മെൻറ്റാലിറ്റി കംപ്ലീറ്റ്ലി ആദ്യം ഒന്ന് ഫ്രീ ആക്കി റെസ്യൂം ചെയ്യാണ്. ഞാൻ 2 വർഷം ചെയ്ത കാര്യം വീണ്ടും ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരേ ബയോളജി ടെക്സ്റ്റ്, ഒരേ ഫിസിക്സ് ടെക്സ്റ്റ്, ഒരേ കെമിസ്ട്രി ടെക്സ്റ്റ്, ഒരേ ക്വസ്റ്റ്യൻസ്, ഒരേ പ്രൊസീജിയർ, ഒരേ 3 മണിക്കൂർ, അങ്ങനെ ഒരേ പ്രൊസീജിയറിലേക്ക് വീണ്ടും കയറുകയാണ്. അപ്പം അത്രയും ഞാൻ എന്നെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ടാണ് കയറുന്നത്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സാമിൻ്റെ 590. അപ്പോൾ ഞാൻ ഓക്കെ ഇപ്രാവശ്യം ഈ നീറ്റ് കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ എക്സാമിന് 590 കിട്ടിയത്. പഠിച്ചു എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയാണ് എനിക്ക് അത്ര മാർക്ക് ആക്കി തന്നത് എന്നൊക്കെ. അങ്ങനെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത, തലേന്ന് തന്നെ ഷെഡ്യൂൾ തരും. ലൈക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇതാണ് ചെയ്യേണ്ടത്, ഇത്ര മണി മുതൽ ഇത്ര മണി ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതായ ഷെഡ്യൂൾ ഇടുമ്പോൾ അതിനെപ്പോഴും ഒരു ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു എക്സ്പേർട്സിൻ്റെ ഷെഡ്യൂൾ വിൽ ബി നൈസ്. പക്ഷേ ആ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്തെന്നല്ല, ഷെഡ്യൂളും എനിക്ക് ഫോളോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം, തലേന്ന് തന്നെ എഴുതി വെക്കും നെക്സ്റ്റ് എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ എഴുതി വെക്കും. കുളിക്കാനുണ്ടെങ്കിൽ കുളിക്കണം, അലക്കാനുണ്ടെങ്കിൽ അലക്കാനുണ്ട്, അങ്ങനെ എല്ലാം എഴുതി വെക്കും. കാരണം അത് നമ്മൾ ചെയ്യുന്ന ടു ഡു ലിസ്റ്റുമാരെ ചെയ്ത് വെക്കും. എന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എഴുതും, ഒരു 2 കൂടി എക്സ്ട്രാ എഴുതും. കാരണം ആ 2 കൂടി എക്സ്ട്രാ അന്ന് രാത്രി നെക്സ്റ്റ് ഡേ രാത്രി കഴിയുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ ഒരു എനർജിയാണ്. യെസ് പ്രാവശ്യം ഞാൻ 2 കൂടി എക്സ്ട്രാ പണി എടുത്തു എന്നുള്ളത്. ഇനി അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തത് വരെയുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ എക്സ്ട്രാ പണികളാണ് തീരാത്തത്. പക്ഷെ എല്ലാ ദിവസവും ആ ടു ഡു ലിസ്റ്റ് ഫോളോ ആവണമെന്നില്ല. ചില ദിവസം അതിനും താഴേക്ക്, അതായത് തീരും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. കാരണം വി ആർ ഹ്യൂമൻ ബീങ്സ്. മൂഡ് സ്വിങ്സ്, പീരിയഡ്സ്, സ്ട്രെസ്, ആൻസൈറ്റി ഇതെല്ലാം നമുക്കുണ്ടാവും. ബിക്കോസ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഡേയ്സ് പാസ്റ്റ്. വീട്ടിലൊന്നും പോകാൻ അവിടെ സമ്മതിക്കൂലേനു, പുറത്തത്തെ ഫുഡ് അലൗഡ് അല്ല. പിന്നെ പാരൻസ് വിസിറ്റ് ഒരു സൺഡേ മാത്രമേ ഉള്ളത്. അങ്ങനെ കുറേ സ്ട്രിക്റ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ പോലും ഐ വാസ് ഓക്കെ ദർ. ബിക്കോസ് എൻ്റെ മോസ്റ്റ് ബെസ്റ്റ് ടൈം ഡോപ്പയിലായിരുന്നു തന്നെ ഞാൻ പറയും. കാരണം എൻ്റെ മേറ്റ്സ് ഉണ്ടല്ലോ, അതായത് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഓർ ഹോസ്റ്റൽ മേറ്റ്സ് ഭയങ്കര അടിപൊളിയാണ് എല്ലാവരും. ലൈക്ക് ഇപ്പുറത്തിരിക്കുന്ന ഇപ്പുറത്തിരിക്കാൻ ആൾക്കാർ കിട്ടരുതെന്ന് എനിക്ക് ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ടുഗെദർ, വി വാസ് ഗ്രോയിങ് ടുഗെദർ, വി വാണ്ട് ടു മേക്ക് ദിസ് ഹാപ്പൻ എന്നുള്ളൊരു മൂഡിലായിരുന്നു. ബട്ട് സ്റ്റിൽ 1 or 2 ആ ഒരു മറ്റേ മൂഡിലുള്ളവരും ഉണ്ടാവും. പക്ഷേ അങ്ങനെയുള്ളവർ നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മളെ സറൗണ്ടിങ് എപ്പോഴും പോസിറ്റീവാക്കി വെക്കണം. അപ്പം നമ്മൾ അടുത്തുള്ള ആളെ നമ്മൾ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കട്ട് ചെയ്യുക. കാരണം ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ പ്രഷർ. എക്സ്ട്രാ പ്രഷറിനും എക്സ്ട്രാ ഫ്രണ്ട്ഷിപ്പ് ഫൈറ്റ്സിനും ഉള്ള ടൈം അല്ല. വി ഹാവ് ടു ബി സെൽഫിഷ് ഈ സമയത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ചുറ്റുപാട് എപ്പോഴും പോസിറ്റീവാക്കി വെക്കുക. പിന്നെ നമുക്കൊരു ടേബിൾ, ഒരു ചെയർ ഉണ്ടാവും, അവിടെ തന്നെ എന്നും ഇരിക്കണം. അങ്ങനെയൊക്കെ ഇങ്ങനെ അവിടുത്തെ ഒരു സംഭവം. പിന്നെ അപ്പോൾ നമ്മളടുത്തുള്ള ആൾ നമ്മളെയും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ടു ഗ്രോ ടുഗെദർ എന്നുള്ളൊരു മൈൻഡിന്. പിന്നെ എല്ലാവരും ഉള്ള ടൈമാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര ചില്ലിനും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു, ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഹോസ്റ്റൽ ഫണ്ട്സ് അതും ഉണ്ടായിട്ടുണ്ട്. മറ്റേ ബൂസ്റ്റ് കട്ടുന്ന, പാൽപ്പൊടി കട്ടുന്ന, അപ്പുറത്ത് റൂമിൽ പോയിട്ട് അത് നിന്ന് അപ്പുറത്ത് റൂമിൽ പോയിട്ട് അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് ലൈക്ക് ഒരു നല്ലൊരു ഹോസ്റ്റൽ ലൈഫും നല്ലൊരു സ്റ്റഡി അറ്റ്മോസ്ഫിയർ രണ്ടും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഓരോരോ ദിവസം കഴിയാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ എനിക്ക് മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് വരുന്ന സമയം ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ ഒരു സാറുണ്ട്, ഷാഹിൽ സാറ് ഞാനും ഭയങ്കര കമ്പനിയാണ്. കാരണം എനിക്കിങ്ങനെ എപ്പോഴും സംസാരിക്കണം എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ സാർ ഇങ്ങനെ ഒരു വിസിറ്റ് നടത്തുമ്പോൾ സാറിൻ്റെ റൂമിൽ സാറ് പോയിരിക്കുമ്പോൾ ഞാൻ സാറിനോട് പോയിട്ട് കുറേ കഥ അറിയും. സാറിന് ഒരു കാര്യമില്ല കേൾക്കണ്ടേ, സ്റ്റിൽ സാർ കേട്ടിരിക്കും. എൻ്റെ വീട്ടിലെ കഥ, ഫ്രണ്ട്സിൻ്റെ കഥ, അത് ഇതൊക്കെ അങ്ങനെ പറയും. സാറിന് എന്നെക്കാളും ഫെമിലിയർ എൻ്റെ വീട്ടിലുള്ളവരെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കൊരു സമാധാനം. അപ്പോൾ ലൈക്ക് വി ഹാവ് ടു ഫൈൻഡ് നമുക്ക് എന്താണ് വേണ്ടി, നമുക്ക് സ്ട്രെസ് റിലീഫിന് ആവശ്യമായ സാധനം എന്താണെന്ന് ആ ഒരു സ്പേസിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക.
അത് നമ്മൾ ചെയ്യുക. ഞാൻ അത് ചെയ്തു. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി പറയും, സാർ എനിക്ക് ഇങ്ങോട്ട് സംസാരിച്ച് എനിക്ക് സമാധാനമാണ്, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. സാർ എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും എല്ലാ ഹെൽപ്പും തന്നിരുന്നു. പിന്നെ അവിടുത്തെ വാർഡനായാലും അത്, ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അത്, കൃഷ്ണ മാമും റുഷ്ന മാമേനും ഒരെണ്ടാളായിട്ട് നമ്മൾ നല്ല കമ്പനിയേനും ഭയങ്കര രസമായിരുന്നു. ഞാൻ റുഷ്ന മാമ ഫൈറ്റും ഉണ്ടാവേണ്ടത്, പക്ഷെ നല്ല കമ്പനിയാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഇതെന്താ വെച്ചാൽ ഞാൻ ഭയങ്കര സൂപ്പർ പിന്നാന്നുള്ളത് അത്ര ആർക്കും അറിയില്ല. എൻ്റെ ഒരു പൊട്ടിത്തെറുപ്പുണ്ട് വല്ല വെച്ച് പ്ലസ് ടു കഴിഞ്ഞ് വന്ന പൊട്ടത്തിയാണാണ്. പക്ഷേ ഐ റിയലി വാണ്ടഡ് ടു ഗെറ്റ് നീറ്റ് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്കില്ലാത്തൊരു സ്വഭാവം ക്രിയേറ്റ് ചെയ്ത് ആരോടും മിണ്ടാതെ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്ന വെച്ചിട്ട് സ്വഭാവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റിയതിൻ്റെ സ്ട്രെസ്സും കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് ഞാൻ നിന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാനായിട്ട് തന്നെ നിന്ന് എൻ്റെ മോസ്റ്റ് ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോയി. പിന്നെ അതേ മാത്രമല്ല, അവിടെ നമുക്ക് എക്സാംസ് നടത്തുമ്പോൾ ലൈക്ക് റാങ്ക് ഒന്ന് ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ സാറ് വിളിക്കും, എന്താ പ്രാവശ്യം ഇത്ര ബാക്കോട്ട് പോയത്. അപ്പോൾ ലൈക്ക് വി ആർ ഗെറ്റിംഗ് ആൻ അറ്റൻഷൻ, നമ്മൾ ആരൊക്കെ നോക്കുന്നുണ്ട്, നമ്മൾ ആരൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു അറ്റൻഷൻ എനിക്ക് വേണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മറ്റേ വീഡിയോയിൽ. ആ അറ്റൻഷൻ എനിക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ലൈക്ക് ഓക്കെ, കുറേ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുള്ളൂ. അത് മറ്റേ കുട്ടീനെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ആ കുട്ടി നോക്കിയാൽ മതി, ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രാവശ്യം കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ സാർ എനിക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നത്. അതേ സാറ് മറ്റേ കുട്ടിക്കും കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസ്, അത് എനിക്കറിയാം. ബട്ട് എനിക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ പ്രാവശ്യക്ക് നീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കും. അങ്ങനെ ചുറ്റിലുള്ളതൊക്കെ സൈനാക്കി എടുത്ത് ഞാൻ അങ്ങനെയാണ് അലോട്ട്മെൻറ്റ്. എൻ്റെ അമ്മയും താത്തയും കൂടി അലോട്ട്മെൻറ്റ് കൊടുത്തു. എനിക്ക് BDS കണ്ണൂർ കിട്ടി. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചു, എന്താ BDS ജോയിൻ ചെയ്യുന്നു. അപ്പോഴത്തേക്കും കുറച്ച് എക്സാംസൊക്കെ മോക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്കും ഒരു ഐഡിയ കിട്ടാൻ തുടങ്ങിയും സാറുമാർക്കും എന്നെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടി, എനിക്കും എന്നെ പറ്റിയൊരു ധാരണ കിട്ടി. അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഷുഡ് ഐ ഡു അഗെയിൻ ഓർ ഡ്രോപ്പ് ദിസ്. കാരണം ഡ്രോപ്പ് ചെയ്താൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ BDSന് പോവും, എൻ്റെ ഡിഗ്രി സെക്യൂർ. പക്ഷെ എനിക്ക് BDS അല്ല വേണ്ടത്, എനിക്ക് MBBS ആണ് വേണ്ടത്. പക്ഷെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്ത് ലൈക്ക് ആ ഒരു ഐഡിയ, ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി പോകുന്നില്ല, ഒന്നും കൂടി ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ, എത്ര കിട്ടുമെന്ന് തീരുമാനിച്ചാൽ നമ്മളെ മൈൻഡിൽ കിട്ടില്ല എന്നുള്ള ചിന്ത സ്റ്റിൽ ഉണ്ടാവും. ഫസ്റ്റ് തുടങ്ങുന്നുള്ളൂ. എൻ്റെ അമ്മ പറഞ്ഞ് ഈ പോണ്ട, ഈ ഒരു വർഷം കൂടി ചെയ്താൽ എനിക്ക് കിട്ടും. എൻ്റെ അമ്മക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഉറപ്പായി തുടങ്ങി ഈ പ്രാവശ്യം കിട്ടും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിച്ചു സാറിൻ്റെ അഡ്വൈസും കൂടി വാങ്ങാൻ. അപ്പോൾ ഞാൻ സാറ് പിന്നെ വന്നപ്പോൾ സാറിനോട് ചോദിച്ച്, സാർ എനിക്കിങ്ങനെ BDS സീറ്റ് കിട്ടിയിട്ടുണ്ട്. സാർ ചിലപ്പോൾ എൻ്റെ മോട്ടറാക്കി ആയിരിക്കണം, പക്ഷെ ഞാൻ പറയില്ല, ഞാൻ എൻ്റെ ചുറ്റുള്ളതൊക്കെ സൈനായിട്ട് എടുക്കും. അങ്ങനെ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് പോകണ്ട, പിന്നെ അയ്യൊക്കെ BDSലോ MBBS കയറാൻ അതാണൊക്കെ എൻ്റെ മോട്ടറാക്കി. അപ്പോൾ ഞാൻ ശരിയാണല്ലോ, MBBS കിട്ടാനുള്ള കുട്ടിയില്ലേ, പിന്നെ BDSലാണേ പ്രാവശ്യം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ BDS വേണ്ട MBBS തന്നെ മതി വിചാരിച്ചിട്ട് ആ പ്രാവശ്യം തീരുമാനിച്ച് ഒന്നും കൂടി ചെയ്യാം. അങ്ങനെ ഞാൻ വലിയൊരു ഡിസിഷൻ എടുത്ത് BDS വേണ്ട, MBBS മതി, പ്രാവശ്യം കൂടി ചെയ്യാം. പിന്നെ റെസ്പോൺസിബിലിറ്റി കൂടി. ദ ജേർണി വാസ് കണ്ടിന്യൂയിങ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഷുഹ, ഫിദ, ഹംന, പിന്നെ ഒരു ഫെന വാസ് ദർ. ഫെന ഒക്കെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ഹാർഡ് വർക്കിംഗ് മീൻസ് ജസ്റ്റ് ലൈക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു കുട്ടീനെ ഞാൻ ലൈഫ് കണ്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ, MBBS ഇസ് നോട്ട് ഹെർ തിങ്. ഇപ്പോൾ നമ്മൾ നേഴ്സിങ് ചെയ്യാണ്, ബട്ട് നേഴ്സിംഗ് ആയാലും MBBS ആയാലും ഷീ ഈസ് ഡൂയിങ് ഹർ ബെസ്റ്റ് എന്ന് എനിക്കറിയാം. കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടീനും ഫെന, അവളിപ്പോൾ എയിംസിൽ നേഴ്സിങ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫിദ, ഹംന, ഷുഹ, പിന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായി. നസീബ, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല, അത്ര ഫ്രണ്ട്സ് ഉണ്ടായി അവിടെ. പിന്നെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട് റന്ന അവിടെ ഉണ്ട്. പിന്നെ കുറേ റൂംമേറ്റ്സ്, അങ്ങനെ കുറേ പേരുണ്ട്. ആരെയും പേര് വിട്ട് റാനിയ, സുബൈദ, അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പം എൻ്റെ റൂമിൽ, ഒരു റൂം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ്, ഒരു 3 റൂം, ഒരു 2 ബാത്റൂമൊക്കെ ഉള്ള റൂംമേറ്റ്സ് ഉണ്ടല്ലോ, മറ്റ് 2 റൂമിലുള്ള ആളുകൾ തമ്മിൽ ഫൈറ്റ്സ് ദാറ്റ് എല്ലാ നീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടാകുന്ന ആ ഒരു ഷിറ്റസ്റ്റ് ഫൈറ്റ് ഹാപ്പൻഡ്. പിന്നെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഒരു ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഇങ്ങോട്ടേക്ക് വരും, അത് ഇത് പറഞ്ഞ് പിന്നെ അതിൻ്റെ വിലയിലാവുന്നു. അങ്ങനെ എത്ര ഇൻവോൾവ് ചെയ്യേണ്ട വെച്ചാലും ഐ വാസ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ്. ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കാൻ തുടങ്ങി, അത് എൻ്റെ വിലയിലൊക്കെ ആവാൻ തുടങ്ങി. അങ്ങനെ ഒരു വൃത്തിയായിട്ടൊരു റൂംമേറ്റ്സും ഉള്ള ആളുകളുണ്ടാവും. എൻ്റെ റൂമിലുള്ള ഹംന, ഫെന വാസ് നോട്ട് പ്രശ്നം. പിന്നെ ഒരു തീർത്ഥയും ഉണ്ടായി. തീർത്ഥപ്പോൾ അവിടെ ആണോ എന്തോ അങ്ങനെ മറ്റ് 2 റൂമിലുള്ളവർ തമ്മിൽ കച്ചറകൾ, അത് ഇത്. അപ്പം എൻ്റെ ഓടൻ, എൻ്റെ പ്രിയ മാം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മാമൊക്കെ എൻ്റെ മുത്തേനും. അങ്ങനെ മാം എന്നോട് പറഞ്ഞ് ഈ റൂം മാറിക്കോ,
ഈ ഒറ്റക്ക് വേറെ റൂമുണ്ട് മേലെ, അവിടെ വേറെ ആരും ഇല്ല, അത്ര ആളുകളില്ലാത്തൊരു റൂമുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ അങ്ങോട്ട് പോയിക്കുക. ഫോർ മീ ഇറ്റ് വാസ് എ സൈൻ. ഓക്കെ, അപ്പം എനിക്ക് കിട്ടും പ്രാവശ്യം. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്ര സ്ട്രഗിൾസ് വരുമ്പോൾ ഐ വാസ് ലൈക്ക് എല്ലാ നീറ്റ് കിട്ടി അല്ലെങ്കിൽ എല്ലാ സക്സസ് സ്റ്റോറിയും ഭയങ്കര ഈസിയസ്റ്റ് ഇങ്ങനെ ഇരുന്ന് പറയാൻ ഈസി സ്റ്റോറീസ് ആയിരിക്കില്ല, സ്ട്രഗിൾ സ്റ്റോറീസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇതുണ്ടാവുന്നത് എനിക്ക് ചിലപ്പോൾ നീറ്റ് കിട്ടേണ്ടതായിരിക്കും. അങ്ങനെ മാമിൻ്റെ മുകളിലേക്ക് ആയിരിക്കും ഐ വാസ് ലൈക്ക് ഞാൻ ഒറ്റക്ക് മുകളിലേക്ക് ആയി. അപ്പം എനിക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയേഴ്സ് ലൈക്ക് യൂണിവേഴ്സ് സ്റ്റാൻഡിങ് വിത്ത് മീ എനിക്ക് ഞാൻ തോന്നാൻ തുടങ്ങി. അപ്പം അങ്ങനത്തെ സൈനൊക്കെ എടുക്കുമ്പം ഐ വാസ് വർക്കിംഗ് ഹാർഡ് വിത്ത് ദാറ്റ് ഓൾസോ. ഇനി അതേമാതിരി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഞാൻ എങ്ങനെ പഠിച്ചതെന്നും എങ്ങനെ ഡീൽ ചെയ്തെന്നും ഫിസിക്സ് ഹൗ ഐ മാനേജ്ഡ്, ഫിസിക്സിൻ്റെ ടൈപ്പ് അല്ലേനും മാത്സ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ ഞാൻ നേടിയെടുത്തു എന്നുള്ളതും ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ലൈക്ക് ഇഫ് യു വാണ്ട് യു ക്യാൻ കോമൻറ്റ് ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഇങ്ങനെ പോയി അവിടെ വിക്ടറി ഡേ ഒക്കെ വരുമ്പം ഡാൻസ് അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. ലൈക്ക് പിന്നെ നമുക്ക് ഇങ്ങനെ 1 മന്ത് കൂടുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. എക്സാം കഴിയുമ്പം എന്താക്കും, ഫിലിം ഇട്ടുതരും. പിന്നെ വേൾഡ് കപ്പ് ഉള്ള സമയനും വേൾഡ് കപ്പ് കാണിച്ചു തന്നീനും. അങ്ങനെ ദേ വർ മെയിൻറ്റെയിനിങ് ആർ മെൻ്റൽ സ്ട്രെങ്ത്, മെൻ്റൽ സ്റ്റെബിലിറ്റി ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്തത്, സൈൻ തീറ്റ ഒരു ട്രയാങ്കിളിന് കണ്ടുപിടിക്കാൻ മറന്നുപോയി. എനിക്ക് പറ്റുന്നില്ല കണ്ടുപിടിക്കാൻ, കാരണം നമ്മൾ ദാറ്റ്സ് വെരി നോർമൽ. അപ്പം തന്നെ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാർ അന്ന് സാർ ക്ലാസ് എടുക്കാൻ വന്നിരുന്നു, സാർ എനിക്ക് ഇട്ട ട്രയാങ്കിളിന് സൈൻ തീറ്റ കിട്ടുന്നില്ല. സാർ പറഞ്ഞു ലൈക്ക് ഫോർ സാറിന് അറിയാം ഈ കുട്ടികൾ എത്ര സ്ട്രെസ്ഡ് ആണ്, ഈ കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാകുന്നുള്ളത്. അതേമാതിരി തന്നെ ചെറിയ ഡൗട്ടാണെങ്കിൽ പോലും ചോദിക്കാൻ എനിക്ക് മടിയില്ലേനും. ഞാൻ എൻ്റെ മൈൻഡും മെൻ്റൽ സ്ട്രെങ്ത്തും ഇമോഷണൽ സ്റ്റെബിലിറ്റിയും ഫുൾ ഞാൻ മാറ്റിയിട്ടാണ് ആ പ്രാവശ്യം ഞാൻ ഇരുന്നത്. ഒരു ചെറിയ ഡൗട്ട് പോലും ഞാൻ ചോദിക്കാൻ പോയിട്ട് ധൈര്യം കാണിച്ചു. കാരണം ഇപ്രാവശ്യം നീറ്റ് കിട്ടുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, ഞാനാണ് ഇവിടെ ആവശ്യക്കാരി. അപ്പം ഞാൻ വേണം ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ. അങ്ങനെ നീറ്റിൻ്റെ ദിവസം വന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ നീറ്റ് എക്സാം ഹോളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിക്കാതെ പോയില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ നിന്ന് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഏരിയത്തെ ബാത്റൂം ബ്ലോക്കായി കുറേ മാസത്തേക്ക്, ബാത്റൂമിൽ വെള്ളമില്ല. അങ്ങനെ വേറെ ഫ്ലാറ്റിൽ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് അങ്ങനെ അത് ഭയങ്കരമായിട്ട് സിവിയർ കേസായപ്പം ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരെ മൊത്തം വേറൊരു ഹോസ്റ്റലിലേക്ക് മാറ്റി. അറ്റ്മോസ്ഫിയർ ചേഞ്ച്, കഷ്ടപ്പെട്ട് നമ്മൾ ഒരു സ്ഥലത്ത് അഡാപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വി ആർ ഗോയിങ് ടു ചേഞ്ച്. നമ്മൾ അഡാപ്റ്റബിലിറ്റി മൊത്തമായിട്ട് വീണ്ടും മാറ്റുക. അപ്പം നീറ്റ് വാസ് അബൌട്ട് ടു കം 1 or 2 months മാത്രമേ ഉള്ളൂ നീറ്റിന്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ചെയ്യുന്നതെന്ന്. കാരണം എനിക്ക് ഇനി അടുത്തൊരു ഹോസ്റ്റലിൽ പോയി അവിടെ ഞാൻ ഇനി അഡാപ്റ്റ് ചെയ്ത് എപ്പോഴാണ് ഇനി നീറ്റ് എനിക്ക് മിസ്സാവോ. സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഓക്കെ മറ്റേ സ്ട്രഗിൾ സ്റ്റോറീസ് പറയുമ്പോൾ പറയാമല്ലോ, അതുതന്നെ സംഭവം. പക്ഷേ ഞാൻ പോകാറുണ്ട് അപ്പം എൻ്റെ കൂടെ അങ്ങനെ വരാൻ ആവശ്യമില്ല, കാരണം എൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ഫ്രണ്ട്സ് പോലും ഞാൻ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഓരും വരാമെന്ന് പറഞ്ഞ് വന്നവരുണ്ട് എൻ്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ, നല്ല ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഹോസ്റ്റലിൽ നിന്ന് വേറെ ഹോസ്റ്റലിലേക്ക് മാറി. പിന്നെ അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ ആൾക്കാർ, പിന്നെ എക്സാം ആവാനായി, പിന്നെ അതിനൊന്നും ടൈമില്ല. നമ്മൾ മാരത്തോൺ സീരീസിലേക്ക് കയറാണ്. പക്ഷേ അങ്ങനെ മാറുമ്പോഴും എൻ്റെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ടായിട്ടോ, എനിക്ക് അറിയുന്ന ഒരു തീരെ അറിയാത്തവരെന്നല്ല, എൻ്റെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ടായി. അങ്ങനെ അവിടെ പോയി, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് അങ്ങനെ പയ്യെ ശരിയായി തുടങ്ങി. പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് നമ്മൾ എക്സാം പേപ്പർ കൈമാറുന്ന മാതിരി ഇവിടെ നമ്മൾ ലെറ്റർ അയച്ചു വിടാം അങ്ങോട്ട് അവിടുത്തെ കുറച്ച് കുട്ടിക്ക്. പിന്നെ ഇവിടെ നമ്മളെ പാരൻസ് ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കഴിക്കും, കാരണം ഒരു നമ്മളെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ അങ്ങനെയാണല്ലോ കഴിച്ചിരുന്നത്. അങ്ങനെ പെരുന്നാളിന് പോലും ഞാൻ വീട്ടിൽ പോയിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എക്സാമിൻ്റെ തൊട്ടടുത്ത ദിവസം പെരുന്നാൾ. പിന്നെ രാത്രി കോഫി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, കാരണം ഞാൻ നൈറ്റ് ബാച്ച് മീൻസ് 9 to 1 o'clock രാത്രി. അപ്പം രാത്രി ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ 6 hours സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും കുറേ ദിവസങ്ങൾ ഞാൻ 3 മണി 4 മണി ഇരുന്ന ദിവസങ്ങളുമുണ്ട്. പിന്നെ എക്സാംസ് വരും, എക്സാം ഫുൾ ഞാൻ ഒരു എക്സാം ഞാൻ ചെയ്യുന്ന ആളല്ലേ, കാരണം എക്സാം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അങ്ങനെ നീറ്റ് എക്സാം ആവാനായി ഞാൻ വീട്ടിലേക്ക് മാറി. 2 ദിവസത്തിന് മുന്നേ ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് പോയി. പിന്നെ വേറൊരു ഇതുണ്ടായിരുന്നു, എനിക്ക് മറ്റേ നീറ്റ് സെൻറ്റർ വരുന്ന ദിവസം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നു എനിക്ക് നീറ്റ് സെൻറ്റർ വല്ല JDT കിട്ടിയാൽ മതി, കാരണം JDT എൻ്റെ സ്കൂൾ തന്നെയാണ്, +2 അവിടെയാണ് ഞാൻ എയ്ഡഡിലാണ് പഠിച്ചത്. അപ്പോൾ +2 CBSE സ്കൂൾസ് ആണല്ലോ ഈ സെൻറ്റേഴ്സ് ആവുക. അപ്പോൾ അവിടെ CBSE ഇതുണ്ട് സ്കൂളിൽ ന്യൂ ഹോപ്പ്, അവിടെ കിട്ടിയാൽ നല്ലേനു. അപ്പോൾ എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ സെൻറ്റർ അടിച്ചേക്ക് എനിക്ക് JDT കിട്ടി. അപ്പോൾ ലൈക്ക് ഓക്കെ നെക്സ്റ്റ് സൈൻ പഠിച്ചു നമുക്ക് കിട്ടും, ഇപ്രാവശ്യം നമുക്ക് കാണിച്ചു തരാണ് എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുക. അതൊരു പൊട്ടത്തരാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടാണ് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിൻ്റെ പോസിറ്റീവ് മൈൻഡ് ഞാൻ കീപ്പ് ചെയ്തത്. ഇവിടെ എല്ലാവരും പറയുന്നത് അവിടെ ഭയങ്കര കൂളാണ്, ഞാൻ സൂപ്പർ റിപ്പീറ്റ് ആണെന്ന് കണ്ടാൽ പറയില്ല, അത്ര കൂളാണ്. എനിക്കൊരു പേടിയില്ല, ഈ ഭയങ്കര ചില്ലാണല്ലോ, ഭയങ്കര കൂളാണല്ലോ.
അത് കൂളായതുകൊണ്ടല്ല, അതങ്ങനെ നിൽക്കുന്നതാണ്. കാരണം ടെൻഷൻ അടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് നീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആയേ പറ്റുള്ളൂ. അപ്പം ഞാൻ തന്നെ പ്രിട്ടൻഡ് ചെയ്ത് ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പം ടെൻഷനാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഹാപ്പി ആണെന്ന്, സങ്കടത്തിനാണെങ്കിൽ പ്രിറ്റൻഡ് ചെയ്യാൻ തുടങ്ങും ഹാപ്പി ആണെന്ന്. കുറച്ച് നമ്മളെ മൈൻഡ് തന്നെ മറന്നു, നമ്മളെ തന്നെ പറ്റിക്കുന്ന പോലെ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കഴിഞ്ഞു. ഞാൻ കൂളാണെങ്കിൽ പോലും ഞാൻ ബാത്റൂം പോയി കരയുന്ന അവസ്ഥകളുണ്ട്. അല്ല ഞാൻ കരയാറുണ്ട്, എനിക്ക് ഭയങ്കര സ്ട്രെസ്. അപ്പോൾ ഞാനൊരു ദിവസമൊക്കെ കരയുമ്പോഴത്തേക്കും എല്ലാവരും പിന്നെ കരയി അങ്ങനെയായിരുന്നു. കാരണം അത്രയും ഭയങ്കരമായിട്ട് എൻ്റെ ഒരു മൈൻഡ് കീപ്പ് ചെയ്തൊരു ഇയറാണത്. ഓക്കെ, അങ്ങനെ എക്സാമോട് വന്ന് എക്സാം എഴുതി. എക്സാം വാസ് ഓക്കെ ഫോർ മീ. എനിക്ക് നല്ലതിനും ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട്, നല്ലോണം പഠിച്ചുകൊണ്ട്, നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തതുകൊണ്ട്, നല്ലോണം എക്സാം എഴുതിയതുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെൻറ്റും പ്രശ്നമില്ലേനും 20 minutes ബിഫോർ എനിക്ക് എക്സാം എഴുതി കഴിയാൻ പറ്റി. എപ്രാവശ്യത്തെ എക്സാം ഈസി ആയിരുന്നു. കട്ട് ഓഫ് ഒക്കെ പെട്ടെന്ന് കൂടിയ ഒരു ഇയറാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പം എൻ്റെ അമ്മ അങ്ങനെ ഒരു ചോക്ലേറ്റും കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് ഉമ്മക്ക് ഉറപ്പായിരുന്നു ഇപ്രാവശ്യം കിട്ടും എന്നുള്ള. അതുകൊണ്ട് കഴിയാൻ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു ഇത് തന്നെ നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യണം. കാരണം ഷി വാസ് ഷുവർ പ്രാവശ്യം കിട്ടും എന്നുള്ളത്. നമ്മളെക്കാളും മുന്നേ നമ്മുടെ അമ്മമാർക്ക് ആ ഒരു ഇൻറ്റ്യൂസീവ്, ആ ഒരു ഇൻസ്റ്റിങ് തോട്ട്, ആ ഒരു സാധനം കിട്ടും. അവർക്കത് കിട്ടുന്നതാണെങ്കിൽ അത് ശരിയുമായിരിക്കും. എൻ്റെ അമ്മക്ക് ആ പ്രാവശ്യം കിട്ടും എന്നുള്ളത് ഉറപ്പേനും. അതുകൊണ്ട് തന്നെ ലൈക്ക് നമ്മളൊരു ഇത് പ്രവർത്തി, നമ്മളൊരു ആക്ഷൻ കണ്ടവർക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുന്നുള്ളത്. സാറുമാർ ഉമ്മക്ക് മെസ്സേജ് അയക്കണ്ടേനും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഉമ്മമാരെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ ഉപ്പമാരെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരും പ്രഷറിലാണ്, ഓരും ടെൻഷനിലാണ്. നമ്മളെപ്പോലെ തന്നെ, നമ്മളെപ്പോലെ എന്ന് പറയുമ്പോൾ ലൈക്ക് വേറൊരു വേരിയേറ്റ് ടെൻഷൻ ഓർക്കുമുണ്ട്. അതേപോലെ തന്നെ എക്സാമിൻ്റെ മുന്നേ നമ്മൾ കീമ് അങ്ങനെ കുറേ സാധനങ്ങൾ എക്സാംസ് വരുമല്ലോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ എക്സ്ചേഞ്ച് സെൻ്ററിൽ നിന്ന് ആൾക്കാരെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അമ്മനെ വിളിച്ച് ചോദിച്ചു, ബാക്കി എക്സാംസൊക്കെ അപ്ലൈ ചെയ്യണോ, എന്ത് ചെയ്യേണ്ടത്? പറഞ്ഞാൽ ചെയ്യണ്ട, നീറ്റ് മാത്രം ചെയ്താൽ മതി, കാരണം എനിക്ക് പ്രശ്നം കിട്ടും. അങ്ങനെ നമ്മളെ കൂടെ ഉള്ളവർ പറയുമ്പോൾ നമ്മൾ നമുക്കൊരു ടെൻഷനാണ്. കാരണം ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിലും. പക്ഷെ ഓരോ പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ കോൺഫിഡൻസ്, കൺസിസ്റ്റൻസി ആൻഡ് കോമ്പറ്റീഷൻ, ഈ 3 C മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മളെ മൈൻഡ് മാറ്റുക എന്നുള്ളതും, കംപ്ലീറ്റ്ലി പോസിറ്റീവായി നിൽക്കുക എന്നുള്ളതും, ടെൻഷൻ ഫ്രീ ആവുക എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടെൻഷൻ ഫ്രീ അല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അഭിനയിക്കണം. കാരണം നമ്മളെ ടെൻഷൻ കാണാൻ വേറെ ആരും റെഡിയല്ല. നമ്മളെ കൂടെയുള്ള കുട്ടികൾ ഓരും നമ്മളെപ്പോലെ ടെൻഷൻ അനുഭവിക്കുന്നതാണ്. കാരണം അല്ലാതെ നമ്മളെ ടെൻഷൻ കേൾക്കാൻ വന്നവരല്ല. പിന്നെ എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടി RRLS ചെയ്യുന്നു. എൻ്റെ ബാക്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ദിൽഷ എന്നൊരു കുട്ടി വന്നു. അവൾ ആരോടും മിണ്ടല്ലോ, അവളത് മാത്രം നോക്കില്ല. പക്ഷെ ഞാനവളെ ഭയങ്കര കമ്പനി, നമ്മളെല്ലാം ഫ്രണ്ട്സായി. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ തുടങ്ങി. അവളിപ്പോൾ സേലം മെഡിക്കൽ കോളേജിലാണുള്ളത്. എൻ്റെ കൂടെ മരിച്ചവരൊക്കെ കിട്ടി. ഹംന ഇന്ന് ആലപ്പുഴ BDSലാണ്, പിന്നെ ഷിഫാന കോട്ടയം BDS, ഫിദ കർണാടക ഹാവേരി മെഡിക്കൽ കോളേജിലാണ്, പിന്നെ എഞ്ചിനീയറിംഗ് പോയി. അങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. പിന്നെ റെന്ന മലബാർ മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട്. അങ്ങനെ നമ്മളിപ്പുറത്തുള്ള കുട്ടി RRLS ചെയ്യുന്നു. ദിൽഷ എപ്പോഴും RRLS ചെയ്യുന്നത്. ഞാൻ പറയും എനിക്ക് ഭ്രാന്താണ് RRLS ചെയ്യാൻ. അപ്പോൾ ഓളിനോട് ചോദിക്കാൻ എനിക്ക് ഭ്രാന്താണ് MTG ചെയ്യാൻ. ഓൾക്ക് RRLS ആയിരിക്കും സുഖം, എനിക്ക് MTG ആയിരിക്കും സുഖം. അത് ഓരോരുത്തരുടെ കംഫർട്ടാണ്. അല്ലാതെ ആ കുട്ടി RRLS ചെയ്യുന്ന വെച്ചാൽ നമ്മളത് പോകാൻ നിൽക്കണ്ട. നമ്മളെ കംഫർട്ട് സ്പേസ് നമുക്ക് ഏതാ സുഖം അത് ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു എക്സ്ട്രീം ഹാർഡ് വർക്കിൻ്റെ ഒരു വർഷം, 100% ഞാൻ കൊടുത്ത ഇയർ. നീറ്റ് എക്സാം ആയി, എനിക്ക് നല്ലത് ഇനും. സോ അങ്ങനെ നീറ്റ് എക്സാം കഴിഞ്ഞു. ഇറ്റ് വാസ് ഓക്കെ, എനിക്കൊക്കെ സെറ്റ് ആയിരുന്നു. ഞാൻ എന്താ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയ ദിവസമാണത്. അങ്ങനെയാണ് എൻ്റെ ഫെയിലിയറിന്ന് സക്സസ്സിലേക്കുള്ള എൻ്റെ ഒരു ജേണി. പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല, ഈ അപ്സ് ആൻഡ് ഡൗൺസ് കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ്ലി ഓക്കെ അല്ലേനും. എക്സാം റിസൾട്ട് വന്നപ്പോൾ കട്ട് ഓഫ് കയറി. എനിക്ക് കിട്ടിയ സ്കോർ 616, എൻ്റെ റാങ്ക് 19,000. കേരളത്തിൽ സീറ്റ് ഉണ്ടോ സംശയം. അടുത്ത ഇടങ്ങേറ് പിടിച്ച സമയം സ്റ്റാർട്ട് ചെയ്തു. അപ്പം കേരളത്തിൽ സീറ്റില്ല, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലായിരുന്നു ഇനി നമ്മൾ പഠിക്കേണ്ടി. ആ ഒരു പ്രഷർ ഇപ്പം നീറ്റ് എഴുതി കഴിഞ്ഞ് ഒരു ഭൂരിഭാഗം കുട്ടികൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ചൊരു സമയം, ചെറിയൊരു സ്ട്രഗിൾ ടൈം. അപ്പോൾ നമ്മുടെ ഫെയിൽ ടു ഫ്യൂച്ചർ ഡോക്ടർ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 3 വിൽ ബി ഹൗ ഐ ഗോട്ട് ഇൻ ടു തമിഴ്നാട് മെഡിക്കൽ കോളേജ്. എങ്ങനെയാണ് ആ ഒരു ടൈം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തത്, ആ ഒരു സമയത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഇവിടെ എത്തി, ഇവിടുത്തെ കാര്യങ്ങൾ, ഇതൊക്കെ.
സോ സ്റ്റേ ട്യൂൺ. ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യണം വേണ്ട, അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേമാതിരി എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ യു ഹാവ് ടു ക്ഷമിക്കുക. ബിക്കോസ് ഇന്ത്യയിൽ ഞാൻ വളരെ ഒരു ബിഗിനറാണ് ഈ കാര്യത്തിൽ. പിന്നെന്താ, അതാണ് സംഭവിച്ചത്. ആ വർഷം ഞാൻ മിസ് ചെയ്ത കുറേ കാര്യങ്ങൾ ഉണ്ടാകും, കാരണം 2-3 വർഷമായില്ലേ ഇപ്പം കഴിഞ്ഞിട്ട്. അപ്പം ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. ദിസ് വാസ് ദ തിങ്. ആ ഒരു ഹോൾ ഇയർ വാസ് ലൈക്ക് ദിസ്. ഞാൻ ആ ഒരു ഇയർ അവിടെ പോയത് കൊണ്ടാണ് എനിക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സണൽ അറ്റൻഷൻ എനിക്ക് കിട്ടിയത് കൊണ്ട്. സോ ദിസ് ഈസ് ഇറ്റ്. ദിസ് ഈസ് ഹൗ ഐ മെയിൻറ്റെയിൻഡ് മൈസെൽഫ്, മൈ മെൻ്റൽ സ്ട്രെങ്ത്, മൈ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇപ്പം അയാൾ പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും സ്റ്റിൽ ദേ വിത്ത് മീ. ഓക്കെ, അപ്പം പിന്നെ അന്നത്തെ ഈ പറഞ്ഞ സാറന്മാരൊക്കെ ആയിട്ട് ഐ എം സ്റ്റിൽ ഇൻ ടച്ച്. സോ ഇനി നീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത് ഞാൻ എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജസ് അയക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ മൈ ഇൻസ്റ്റഗ്രാം. ഞാൻ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പാർട്ട് 1 കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടൺ ഇവിടെ ഒന്ന് അവിടെ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. യു ക്യാൻ ഗോ വാച്ച് ദാറ്റ് വീഡിയോ. അങ്ങനെ വീഡിയോ കാണാം, അഭിപ്രായം പറയാം, മൈ ഫോൾസ് ആൻഡ് തിങ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സജഷൻസ് തരിക, കോണ്ടന്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. സോ ദിസ് ഇസ് ഇറ്റ്. സോ എല്ലാവർക്കും ബൈ. പിന്നെ അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവരാണെങ്കിൽ ഗോ ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം. അപ്പം ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഫെയിൽ ടു ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എപ്പിസോഡ് നമ്പർ 3 ഓർ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്.